നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 311 311. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 30-ാം അധ്യായം. അതിൽ 30-ാമത്തെ ശ്ലോക പറയേണ്ടത്. ഏവം കുടുംബം ബിഭ്രാണ ഉദരം ഭരയേവ വാ വിസൃജ്യോഹ്യോ ഭയം പ്രേത്യാ ഭുക്തേ തൽഫലം ഈദൃശം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഇപ്രകാരം കുടുംബത്തെ ഭരിക്കുന്നവനോ തൻ്റെ ഉദരം മാത്രം ഭരിക്കുന്നവനോ ആയവൻ രണ്ടിനെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പരലോകത്തിൽ പോയിട്ട് അതിൻ്റെ ഫലത്തെ ഇപ്രകാരം അനുഭവിക്കുന്നു. എന്ത് കർമ്മം ചെയ്താലും അതിനൊരു ഫലമുണ്ട്. അപ്പോൾ സത്കർമ്മങ്ങൾ ചെയ്താൽ പുണ്യായി, ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ പാപമായി. അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ഇപ്രകാരം കുടുംബത്തെയും സ്വദേഹത്തെയും പോഷിപ്പിക്കുവാൻ വേണ്ടി പാപകർമ്മങ്ങളെ ചെയ്ത പുരുഷൻ രണ്ടിനെയും ഈ ലോകത്തിൽ തന്നെ ഉപേക്ഷിച്ച ശേഷം യമലോകത്തിൽ ചെന്നിട്ട് സ്വകർമ്മദോഷങ്ങളെ മേൽ കാണിച്ച വിധം അനുഭവിക്കണം. അത് ഒരാൾക്കും ഒഴിഞ്ഞു കളഞ്ഞിട്ട് പോവില്ല എന്നർത്ഥം. ദക്ഷിണ കൊടുത്തുകൊണ്ടോ ഒരാളുടെ തല ഒരാളുടെ കൈ നമ്മുടെ തലയിൽ വന്ന് വീണുകൊണ്ടൊന്നും ആയില്ല. അവിടെയാണ് പ്രശ്നം. അടുത്ത ശ്ലോകം 31. ഏകപ്രബധ്യതേ ധ്വാന്തം ഹിത്വേദം സ്വകളേവരം കുശലേതരപാധേയോ ഭൂതദ്രോഹേണ യദ്ഭൃതം. അതിൻ്റെ വാക്കർത്ഥം നോക്കുക. പ്രാണികളെ ദ്രോഹിക്കുന്നതായ പ്രവൃത്തിയാൽ. ഇത് ഞാൻ ആദ്യം പഠിക്കുക, കാരണം ഞാൻ ബൈ ഇൻട്രസ്റ്റ് ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു. ഇപ്പോഴും അതെ ആയിരുന്നു എന്നല്ല, ആണ്. എന്താ പാപമാണ്. ജീവനുള്ളവരെ കൊന്നു തിന്നുക എന്ന് പറഞ്ഞാൽ പാപമാണ്. അതിനും ശിക്ഷയുണ്ടെന്നാ. അപ്പോൾ ഞാൻ ഫ്രണ്ട്ഷിപ്പുള്ളവരോട് പറയും, ഐ ആം എ പ്യുവർ വെജിറ്റേറിയൻ, വാട്ട് അബൌട്ട് യു ചോദിക്കും ഞാൻ. ചിലവർക്കത് ഇഷ്ടമാവില്ല. പക്ഷേ ഇഷ്ടമായില്ലെങ്കിലും അതിലൊരു പാപം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു. ഇനി മേലിൽ കഴിക്കാണ്ടിരിക്കില്ല എന്നൊരു ശപഥം ചെയ്താൽ വളരെ ഉത്തമ. കാരണം എന്താ, തെറ്റ് തിരുത്തിയതിൽ ഭഗവാൻ ഒരു ഗ്രേസ് മാർക്ക് തരും. തെറ്റ് ചെയ്യാത്ത ആൾക്കാരില്ല, ചെയ്തത് റിപ്പീറ്റ് ചെയ്യാണ്ടിരുന്നാൽ. അതാ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ദ്രോഹിക്കുന്നതായ പ്രവൃത്തിയാൽ യാതൊന്നു ഭരിക്കപ്പെട്ടുവോ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പാപമാകുന്ന അനുഭോഗ്യ വസ്തുവോടുകൂടിയവനായിട്ട് ഒരുവനായിട്ട് നരകത്തെ പ്രാപിക്കുന്നു. അതിൻ്റെ ഭാവാർത്ഥം, ഈ ലോകത്തിൽ പരദ്രോഹം മുതലായ പാപകർമ്മങ്ങളാൽ ഏതൊരു കുടുംബത്തെയും സ്വദേഹത്തെയും പുലർത്തുന്നുവോ, അങ്ങനെ പുലർത്തരുത് എന്നാണ് പറഞ്ഞതേ. പാപകർമ്മം ചെയ്തിട്ട് പുലർത്തരുത്. അത് രണ്ടിനെയും ഇവിടെ തന്നെ ഉപേക്ഷിച്ച ശേഷം, അതായത് ഭാര്യാമക്കളെയും വീടിനെയും തൻ്റെ ശരീരത്തിനെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് കാരണശരീരമാണ് പോണത്. അപ്പോൾ ഉപേക്ഷിച്ച ശേഷം സഹായികളാരുമില്ലാതെ ഏകനായിട്ട് പാപമാകുന്ന കൈമുതലോടുകൂടെ യമലോകത്തിൽ അന്ധകാരവൃതമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു എന്നാണ്. 32-ാമത്തെ ശ്ലോകം. ദൈവേന അസാധിതം തസ്യ ശമലം നിരയേ പുമാൻ ഭുക്തേ കുടുംബപോഷസ്യ ഹൃദവിത്ത ഇവാതുരാം.
കുടുംബം ഭരിച്ച അവന് ഈശ്വരനാൽ പ്രാപിക്കപ്പെടുന്ന സങ്കടത്തെ നരകത്തിൽ അപഹരിക്കപ്പെട്ട ധനത്തോടു കൂടിയ ദുഃഖിതനെന്ന പോലെ ഭുജിക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: കുടുംബഭരണത്തിന് വേണ്ടി ചെയ്ത പാപത്തെ, കുടുംബത്തെയും സ്വദേഹത്തെയും എന്ന പോലെ അവന് ഇഹലോകത്തിൽ ഉപേക്ഷിപ്പാൻ കഴിയില്ല. അവൻ ദൈവത്തിൻ്റെ അധീനത്തിലിരിക്കുന്നവനാകുന്നു. മുതലെല്ലാം മറ്റൊരുത്തനാൽ അപഹരിക്കപ്പെട്ടതുകൊണ്ട് ദുഃഖത്തിൽ നിമഗ്നനായ ഒരുവന് മേലിൽ വേണ്ടുന്ന സമുചിത കാര്യശ്രദ്ധ നശിക്കുന്നത് പോലെ, അവിടെയാണ് മേലിൽ വേണ്ടുന്ന സമുചിത കാര്യശ്രദ്ധ നശിക്കുന്നത് പോലെ ഈശ്വരാജ്ഞയ്ക്ക് കീഴടങ്ങി വന്നിരിക്കുന്ന ഇവന് പാപമോചനത്തിനുപകരിക്കുന്ന ഈശ്വര പാദസ്മരണയോ മറ്റു ഉചിതമായ ഏതെങ്കിലും ഉപായമോ ശ്രേഷ്ഠാനുസരണം സാധ്യമല്ല. തൻ്റെ ഇഷ്ടം പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ അപ്പോൾ അവശനാണ്. അതിനാൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഇതാണ് സപ്താഹവേദിയിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരാചാര്യന് ഒരു കൂട്ടം ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സന്ദർഭമാണ് ഇത് സപ്താഹം. അപ്പോൾ പറയണം, നിങ്ങൾ സപ്താഹത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിലും അത് നമ്പർ 2 ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഉപദ്രവം ഉണ്ടാവുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് ധൈര്യം കാണിക്കണം. ആരെ? ആചാര്യന്മാർ. എന്താ അങ്ങനെ ഞാൻ പറയാൻ കാരണം? വേറെ ജീവിക്കാൻ വഴിയായിട്ട് ഉദരംഭരണത്തിന് ഭാഗവതം വിറ്റ് തിന്നരുത് എന്നാണ് ഭാഗവതം പറഞ്ഞത്. അത് എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്? സപ്താഹം നടത്താൻ ചുക്കാൻ പിടിക്കുന്നവരിത് എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്? അവിടെയാണ് പ്രശ്നം. 33-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. കേവലേന ഹി അധർമ്മേണ കുടുംബഭരണോത്സുക യാതി ജീവോ അന്തതാമിശ്രം ചരമം തമസപദം. സമ്പൂർണമായ അധർമ്മം കൊണ്ട് തന്നെ കുടുംബം ഭരിപ്പാൻ ഉത്സാഹിക്കുന്ന ജീവൻ നരകത്തിൻ്റെ അവസാന സ്ഥാനമായിരിക്കുന്ന അന്ധതാമിശ്രത്തെ പ്രാപിക്കുന്നു എന്നാണ് അതിൻ്റെ വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കാം. അധർമ്മപ്രവൃത്തി കൊണ്ടു മാത്രം കുടുംബഭരണത്തിൽ വ്യാപരിക്കുന്ന പുരുഷൻ അന്ധകാരത്തിൻ്റെ പരമകാഷ്ഠയായിരിക്കുന്ന അന്ധതാമിശ്രത്തെ തന്നെ പ്രാപിക്കും. അതായത് 10-28 നരകങ്ങളെ പ്രത്യേകം പറയുന്നുണ്ട്. അതിലൊന്നാണ് അന്ധതാമിശ്രം. അപ്പോൾ വിഹിത കർമാനുഷ്ഠാനദ്വാര, വിഹിത കർമാനുഷ്ഠാനദ്വാര ഭാര്യാപുത്രാദി ഭരണവും അറിഞ്ഞോ അറിയാതെയോ യാദൃച്ഛികമായി നേടുന്ന പാപകർമ്മങ്ങൾക്ക് അപ്പപ്പോൾ പ്രായച്ചിത്തവും അനുഷ്ഠിക്കുന്നവർക്കുള്ള പരമലോകഗതിയിൽ കുറേശ്ശെ ഭേദഗതി ഉണ്ടാകുമെന്ന് സാരം. അതാണ് ഞാൻ പറഞ്ഞത്. ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കില്ല എന്ന് ഭഗവാനെ അവിടെ സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ കുറേ വ്യത്യാസം വരും. മനസ്സിലായില്ലേ? ഇനി ഈ 30-ാം ശ്ലോകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് 34. അധസ്ഥാന്നരലോകസ്യ യാവതീര്യാതനാദയ ക്രമശഃ സമനുക്രമ്യ പുനരത്ര വ്രജേഷു ശുചി. മനുഷ്യലോകത്തിൻ്റെ താഴത്ത് എത്ര തീവ്ര ദുഃഖങ്ങളുണ്ടോ അത്രയും ക്രമത്തിൽ അനുഭവിച്ച ശേഷം ശുദ്ധനായിട്ട്, പാപം നശിച്ച ശുദ്ധനായിട്ട് പിന്നെയും ഈ മനുഷ്യലോകത്തിൽ ആവിർഭവിക്കും. പിന്നെ അപ്പോൾ നമ്മൾ ഈ തെറ്റ് തിരുത്തിയില്ല വിചാരിക്കുക, പിന്നെയും അല്ലേ ചങ്ങൻ തെങ്ങൻ തന്നെ എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ കള്ള് കുടിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് കള്ള് കുടിക്കുന്നു. അതാണ് ആ പ്രോവർബിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം പറയാം. മനുഷ്യജന്മം സിദ്ധിക്കുവാനുള്ള അർഹത സമ്പാദിക്കുന്നത് വരെ നായയായിട്ടും പന്നി മുതലായ ക്ഷുദ്രമൃഗാദി യോനികളിൽ ജനിക്കേണ്ടതായി വരും. മനുഷ്യത്വം വിട്ട് മൃഗീയത കാണിച്ചാൽ മൃഗമായി ജനിക്കുന്ന സാരം.
അപ്പോൾ ആചാര്യന്മാർ ഭയമില്ലാതെ കൊണ്ട് തൃതീയ സ്കന്ധത്തിൽ 30-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് സുഖമുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ യൂട്യൂബ് ആണെങ്കിലും കേൾക്കുന്നവർ വെറുതെ നോണ്ടിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ എയർ ചെയ്തു വിചാരിക്കുക, വിത്തിൻ മിനിറ്റ്സ് ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ചെയ്തു എന്നല്ലാണ്ട് അത് കേൾക്കണില്ല. വളരെ ദുർലഭ ആൾക്കാരെ കേൾക്കണുള്ളൂ. അങ്ങനെയല്ല, കേൾക്കണം, സ്വയം തിരുത്തപ്പെടാൻ സാധിക്കണം. അപ്പോൾ പറഞ്ഞു, ആവക സ്ഥാനങ്ങളിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളാൽ പരിശുദ്ധി സംഭവിക്കുന്ന സമയം വീണ്ടും മനുഷ്യാവസ്ഥയെ പ്രാപിക്കും. അപ്പോൾ പിന്നെയും വേണമെങ്കിൽ എന്താണ് പറയുക, മോക്ഷത്തിനെ പറ്റി നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം. ധർമാർത്ഥ കാമ മോക്ഷത്തിൽ എന്നാൽ രക്ഷപ്പെടാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ മോക്ഷസർഗ നിരൂപണ പ്രകരണേ താമസഗതി നിരൂപണം നാമ 30-ോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമ്മൾക്ക് അടുത്തത് 31-ാം അധ്യായമാണ്. ശ്രദ്ധിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 31-ാം അധ്യായം. ശ്ലോകം 1. ഭഗവാൻ ഉവാച. കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയേ സ്ത്രിയാ പ്രവിഷ്ട ഉദരം പുംസോരേതകണാശ്രയാം. ദൈവത്താൽ പ്രവർത്തിക്കപ്പെടുന്ന കർമ്മത്താൽ, അതായത് ദൈവം അറിയാണ്ട് നമ്മൾക്ക്, ഈശ്വരൻ അറിയാണ്ടൊരു കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ശരിയോ തെറ്റോ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ഭഗവാൻ തരുള്ളൂ. ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് നരകത്തിന് പകരം പുണ്യം ഭഗവാൻ കൊടുക്കില്ല. കാരണം ഓരോരുത്തരുടെയും മനസ്സിലാണല്ലോ ഈ ചൈതന്യം ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്താൽ പ്രവർത്തിക്കപ്പെടുന്ന കർമ്മത്താൽ പ്രാണി ദേഹത്തിൻ്റെ പ്രാപ്തിക്കായിക്കൊണ്ട് പുരുഷൻ്റെ വീര്യബിന്ദുവിനെ ആശ്രയിച്ചവനായിട്ട്, അതായത് ശുക്ലം എന്നർത്ഥം, സ്ത്രീയുടെ ഗർഭത്തെ പ്രവേശിക്കുന്നു. ഇത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടെ അല്ലാണ്ട് കാണാൻ പറ്റില്ല. വെറും ഭക്തി പോരാ, അനുകരണ ഭക്തി ഉണ്ടായിട്ട് കാര്യമില്ല, സംശുദ്ധമായ ഭക്തി ഉണ്ടാവണം. അപ്പോൾ പറയണു, മരണവും അനന്തരമുണ്ടാകുന്ന നരകപ്രാപ്തിയും വർണ്ണിച്ച ശേഷം ഗർഭപ്രാപ്തി, ജനനം മുതലായ ക്ലേശങ്ങളെയും, അത്ര സുഖമുള്ള കാര്യമല്ലേ, ക്ലേശങ്ങളെയും ഭഗവാൻ വിവരിക്കുന്നു. കർമാനുസരണമായ ദുഃഖത്തെയോ സുഖത്തെയോ നരകത്തിലോ സ്വർഗത്തിലോ ദൈവം ഈ ജീവന് നൽകിയ ശേഷം വീണ്ടും മനുഷ്യ ശരീരം കൊടുക്കുവാൻ കരുണയുള്ളവനായി ഭവിക്കുന്ന സമയം അതിനും കൊടുത്തു വച്ചിട്ടുണ്ടായിരിക്കണം. ഈ ജീവൻ ശരീരപ്രാപ്തിക്ക് വേണ്ടി ആദ്യം പുരുഷൻ്റെ രേതസ്സിലും അതിൽ കൂടെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലും പ്രവേശിക്കുന്നു. ഇതൊക്കെ ഡിസ്റ്റൈൻഡാണ്. ഇതൊക്കെ എന്താണെന്ന് പറയാം, ജിയോമെട്രിക്കൽ ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശാസ്ത്രീയ ഗ്രന്ഥമാണ്. ഭാഗവതം ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ്. അണ്ടർ ദി സൺ എല്ലാവർക്കും വായിച്ചു നോക്കിയാൽ ഇഷ്ടമായാൽ, ഇത് വായിച്ച് ഇഷ്ടമായാൽ അവർ രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ. അത് ഇന്ന മതക്കാരെന്നില്ല. ഇത് ശരിക്കും സനാതനധർമ്മമാണ്, ഹിന്ദു അല്ല, സനാതനധർമ്മം. പ്രശ്നമില്ലേ. 2-ാമത്തെ ശ്ലോകം. കലലം തേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേനതു കർക്കന്ധു പേഷ്യണ്ടം വാതത പരം. ഒരു ദിവസം കൊണ്ട് ഈ പുരുഷ ബീജം മാതൃഗർഭത്തിലെത്തുമ്പോൾ കലലം, രക്തത്തോട് കലർന്നത് എന്നുള്ള അർത്ഥമായി. കലലം. പിന്നെ പറയണു, പഞ്ചരാത്രേണ, 5 രാത്രി കഴിയുമ്പോൾ 5 ദിവസം കൊണ്ട് അത് വൃത്താകാരമായി ഉറച്ചത് ബുദ്ബുദം എന്നാണ്. പക്ഷെ ബുദ്ബുദം എന്നുള്ളതിന് കുമിള എന്നും അർത്ഥമുണ്ട്. അതാണ് സംസ്കൃതം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം.
അപ്പോൾ വൃത്താകാരമായി ഉറച്ച് 10 ദിവസം കൊണ്ട് എലന്തക്കായ പോലെ ഉരുണ്ടുറച്ചത്, അതിനുശേഷം മാംസപിണ്ഡാകൃതിയിലുള്ളത്. അതാണ് മുട്ടയോ ഒരു കോഴിമുട്ട അങ്ങനെ പറയാം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. പുരുഷരേതസ്സിൽ കൂടെ ഗർഭപാത്രത്തെ പ്രവേശിച്ചിരിക്കുന്ന ഈ ജീവൻ്റെ വാസസ്ഥാനമായിരിക്കുന്ന ഈ രേതസ് ഗർഭപാത്രത്തിൽ ഒരു ദിവസം രക്തത്തോട് ചേർന്നിരിക്കും. ഇതിന് കലലം എന്ന് പേർ. 5 ദിവസം കൊണ്ട് രക്തസമ്മിശ്രമായ രേതസ് വൃത്താകാരമായി തീരും. ഇതിന് ബുദ്ബുദം എന്ന് പേർ. ഇതെല്ലാവർക്കും ഒന്ന് തന്നെയാണ്. പണ്ഡിതനും പാമരനും ഭട്ടതിരിക്കും അറ്റം ഹരിജനും ഒക്കെ ഒന്നാണ്, സ്ത്രീക്കും പുരുഷനും. അപ്പോൾ 10 ദിവസം കൊണ്ട് എലന്തക്കായയുടെ ആകൃതിയിൽ നീണ്ടുരുണ്ടിരിക്കുന്ന ഒരു കഠിന ദ്രവ്യമായി തീരും. അതിൽ പിന്നെ 1 മാസം മാംസപിണ്ഡമാകും. ഇതിന് പേശി എന്നു പേർ. പക്ഷിജാതിയിലോ മറ്റോ പ്രവേശിച്ച രേതസ്സാണെന്നു വരികിൽ മുട്ടയായിത്തീരും. പ്രൊഫഷയിലെ 3-ാമത്തെ ശ്ലോകം നോക്കുക. മാസേന ദുഷിരോദ്വാഭ്യാം ബാഹുഅംഗ്ര്യാദ്യംഗവിഗ്രഹ നഖലോമാസ്തി ചർമാണി ലിംഗഛിദ്രോത്ഭവസ്ത്രീഭി. 1 മാസം കൊണ്ട് തന്നെ ശിരസ്സും 2 മാസം കൊണ്ട് ബാഹുക്കൾ, കൈകൾ, അംഗ്രികൾ മുതലായവ അവയവങ്ങളുടെ വിഭാഗം, 3 മാസം കൊണ്ട് നഖലോമസ്ഥിതി, നഖങ്ങൾ, രോമങ്ങൾ, എല്ലുകൾ, തോൾ എന്നിവയും ലിംഗദ്വാരത്തിൻ്റെ ഉൽപ്പത്തിയും നടക്കുന്ന 3-ാം മാസം ആകുമ്പോഴേക്കും. എന്താ ഈ ഒരു സബ്ജക്റ്റിൻ്റെ കാഠിന്യം! 1 മാസം കൊണ്ട് ശിരസ്ഥാനവും 2 മാസം കൊണ്ട് കൈകൾ, കാലുകൾ മുതലായ അവയവങ്ങളുടെ വിഭാഗവും 3 മാസം കൊണ്ട് നഖങ്ങൾ, രോമങ്ങൾ, എല്ല്, തോൽ, ലിംഗദ്വാരം എന്നിവയും ഉണ്ടാകും. 4-ാമത്തെ ശ്ലോകം. ചതുർഭിർധാതവ സപ്ത പഞ്ചഭിക്ഷുത്രിഡൂത്ഭവാ ഷഡ്ഭിർജരായുണാ വീത കുക്ഷോ ബ്രാഹ്മിതി ദക്ഷിണേ. 4 മാസം കൊണ്ട് മാംസാദികളായ 7 ധാതുക്കളും 4 മാസം കൊണ്ട്, 5 മാസം കൊണ്ട് വിശപ്പ്, ദാഹം ഇവയുടെ ഉൽപ്പത്തിയും, 6 മാസം കൊണ്ട് ജരായുവെന്ന പേർ പറയുന്ന നേർത്ത പശയാൽ ചുറ്റപ്പെട്ടതായും, മറുപിള്ള എന്ന് പറയും, കുട്ടിയുടെ മേലെ ഒരു പശ ഭവിച്ചിട്ട് വയറിൻ്റെ വലത്തുഭാഗത്തിൽ ചുറ്റി ചലിക്കും. അതായത് സ്ത്രീയുടെ വയറിൻ്റെ വലതുഭാഗത്താണ് അനക്കുണ്ടാവുക. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം. 4 മാസം കൊണ്ട് മാംസം മുതലായ 7 ധാതുക്കളും 5 മാസം കൊണ്ട് വിശപ്പ്, ദാഹം മുതലായ പ്രാണധർമ്മവും ഉണ്ടാകും. 6-ാം മാസത്തിൽ ജരായു എന്ന് പറയപ്പെടുന്ന നേന്മയേറിയ ഒരു ജാതി തോലിനാൽ പുറപ്പെട്ട് ഗർഭഗതനായ ശരീരി മാതാവിൻ്റെ കുക്ഷിയിൽ വലത്തുഭാഗത്ത് ചലിച്ചു തുടങ്ങും. 6-ാം മാസത്തിലെ പെൺപ്രജയാണെങ്കിൽ മാതാവിൻ്റെ കുക്ഷിയിൽ ഇടത്തുഭാഗത്താണ് ചലിക്കുക എന്നും വേറെ ചില പ്രമാണങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ ഈ ഗ്രന്ഥം ഇത് കിളിപ്പാട്ടിലും ഭംഗിയായിട്ട് പറയണ്ടേ, കിളിപ്പാട്ടിലും പറയുന്നുണ്ട്. അതാണ് ഞാൻ 75 മാർച്ച് 3-ാം തീയതിയാണ് ബോംബെക്ക് 2ാമത് പോകുന്നത്. അപ്പോൾ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അധ്യാത്മരാമായണം, കിളിപ്പാട്ട് ഭാഗവതം, പിന്നെ വിഷ്ണു സഹസ്രനാമം, ഒരു ഭഗവത്ഗീത ഉണ്ടായിരുന്നു കാര്യമായിട്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാം. ഇതൊക്കെ ഞാൻ എല്ലാവരോടും പറയും ചെയ്യും. ചിലവരെന്നെ കളിയാക്കും. ആയിക്കോട്ടെ, കളിയായിക്കോട്ടെ.
അഞ്ചാമത്തെ ശ്ലോകം പറഞ്ഞു, മാതുർജഗർധാന്ന അന്നപാനാധൈര്യേ തഥാ ദുരസമ്മതേ ഛേദേ പെൺമൂത്രയോർഗർത്രേ സ ജന്തുർജന്തു സംഭവേ. ജന്തു എന്ന് പറഞ്ഞത് ജീവനുള്ളതിനെയാണ് പറയുക, ജന്തു. അമ്മയുടെ ഭക്ഷിക്കപ്പെടുന്ന അന്നപാനാദികളുടെ രസത്താൽ പുഷ്ടിപ്പെട്ട ധാതുക്കളോടുകൂടിയ ആ പ്രാണി കൃമി മുതലായ ജന്തുക്കളുടെ ഉൽപ്പത്തി സ്ഥാനമായും മലമൂത്രങ്ങളുടെ കുഴിയായും ഇഷ്ടപ്പെടാത്തതുമായ സ്ഥലത്തിൽ കിടക്കുന്നു എന്നാ. ഇഷ്ടപ്പെടാത്തതായി നമ്മളിപ്പോൾ ആണുങ്ങൾ പ്രഗ്നൻ്റായ അവൾക്ക് ഭാര്യയ്ക്ക് വയറുതലോടി കൊടുക്കണു, വയറ്റത്ത് ഉമ്മ വയ്ക്കണു, ഈ സന്തോഷമൊന്നും ആ കുട്ടിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുട്ടിയാകെ പരവശമായിട്ടായിരിക്കണത്, അതാണ് സത്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. മാതാവ് ഭക്ഷിക്കുന്ന അന്നപാനാദി രസങ്ങളുടെ വ്യാപ്തി നിമിത്തം ഈ ഗർഭഗത ശരീരത്തിലെ മാംസാദി സപ്തധാതുക്കൾ അഭിവൃദ്ധിയെ പ്രാപിക്കും. കൃമികീടാദികളുടെ ഉത്ഭവസ്ഥാനമായിരിക്കുന്ന മലമൂത്ര ശുദ്ധവസ്തുക്കൾ, മലമൂത്രാദി അശുദ്ധവസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നതും ഇഷ്ടപ്പെടാത്തതും ശുചിയില്ലാത്തതുമായ സ്ഥാനത്തിൽ ശയിക്കുന്നു കുട്ടി. മനസ്സിലായോ? ആഹാരവും വാസസ്ഥാനവും ഇഷ്ടമാവാൻ തരമില്ലാത്ത വിധത്തിലാണെന്ന് സാരം. അപ്പോൾ ആ കുട്ടീനെ നമ്മൾ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മചാരിയായിട്ട് ഇരുന്നാൽ ഈ ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇതാണ് വൈരാഗ്യം എന്ന് പറഞ്ഞത്. പ്രമോഷയോ. ആറാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. കൃമിഭീക്ഷത സർവാംഗ സൗകുമാര്യാൽ പ്രദക്ഷിണം മൂർച്ഛാം ആപ്നോത്യുരു ക്ലേശസ്ത്ര ക്ലേശസ്തത്രൈത്യൈ മൂർച്ഛമാപ്നോത്യുരു ക്ലേശസ്തത്രൈത്യൈ ക്ഷുധിതൈർമുഹു. അവിടെയുള്ളവയും വിശന്നിരിക്കുന്നവനുമായ കൃമികളാൽ മുറിക്കപ്പെട്ട സർവാവയവങ്ങളോടുകൂടിയവനും മാർദ്ദവം നിമിത്തം മഹത്തായ ദുഃഖമുള്ളവനുമായിട്ട് ക്ഷണന്തോറും ക്ഷണന്തോറും മോഹാലസ്യത്തെ പ്രാപിക്കുന്നു. അതാണ് കുട്ടികൾ ചിലപ്പോൾ അനങ്ങില്ല, കുറേ സമയത്തിന് മുണ്ടാണ്ട് കിടക്കും. അപ്പോൾ അമ്മയ്ക്ക് ടെൻഷനായി, എന്താ കുട്ടി ചലിക്കണില്ലല്ലോ, ആലോചിച്ച് നോക്കണം. ഇനി ഭാവാർത്ഥത്തിലേക്ക് പോവുക. ആ സ്ഥാനത്തിലുള്ള വിശന്നിരിക്കുന്ന കൃമികൾ ഏറ്റവും സുകുമാരമായിരിക്കുന്ന ജീവിയുടെ സർവ്വയവങ്ങളിലും കടിച്ച് മുറിവേൽപ്പിക്കും. ഇത് ഈ മലമൂത്രാദിയിലുള്ള കൃമികൾ ഈ മാതൃഗർഭസ്ഥിതനായ കുട്ടിയുടെ എല്ലാ അംഗങ്ങളും കടിക്കുന്ന പറഞ്ഞത്. 7 അപ്പം മുറിവേൽപ്പിക്കും. ആ ക്ലേശം സഹിക്കാൻ ശക്തിയില്ലാതെ അടിക്കടി മോഹാലസ്യപ്പെടും. ഇനി അടുത്തത്. കടുതീഷ്ണോഷ്ണലവണ രൂക്ഷ അമ്ലാദിഭിരുൽഭണേ മാതൃഭുക്തൈരുപസ്പൃഷ്ട സർവാംഗോധിതവേദന. അമ്മയ്ക്ക് വായിക്ക് ടേസ്റ്റിനുള്ള സ്പൈസി ഫുഡ് കഴിച്ചാൽ കുട്ടിയുടെ ശരീരം മുഴുവൻ ചുട്ടുനീറും. അപ്പോൾ ഇതറിയാത്ത അമ്മ കുട്ടിക്ക് ഉപദ്രവം ചെയ്യും. ആ കുട്ടി പുറത്ത് വന്ന അമ്മേനെ തൊഴിക്കും. അതിനൊരു കാരണം ഉണ്ടാവും. എന്താ അത്? കള്ള് കുടിക്കാൻ കാശ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഐഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കാരണമില്ലാണ്ട കാര്യം ഉണ്ടാവില്ല, കാര്യമില്ലാണ്ട കാരണം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് വിവേകബുദ്ധി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാക്കാർത്ഥത്തിലേക്ക് പോവാം. മാതാവിനാൽ ഭുജിക്കപ്പെട്ടവയും എരിവ്, ഉഗ്രത, ഉഷ്ണം, ഉപ്പ്, രൂക്ഷത, പുളിപ്പ് എന്ന രസങ്ങളുള്ളവയും അസഹ്യങ്ങളുമായ പദാർത്ഥങ്ങളാൽ സ്പർശിക്കപ്പെട്ടവനും സർവാവയവങ്ങളിലും വേദന ഉള്ളവനുമായിരിക്കും. ഇത് ന്യൂ ജനറേഷൻ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അതാണ് പ്രശ്നം.
അതിൻ്റെ ഭാവാർത്ഥം: എരിവും ചവർപ്പും ഉഷ്ണവും ഉപ്പും ദാഹശക്തിയും പുളിപ്പും ചേർന്നിരിക്കുന്ന അസഹ്യങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളെ മാതാവ് കഴിക്കുമ്പോൾ ആ വക രസത്താൽ സ്പർശിക്കപ്പെടുന്ന സമയം സർവശരീരാവയവങ്ങളിലും അസഹ്യമായ വേദന പുറപ്പെടും എന്ന് പറയും. 8ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഉൽബേന സംവൃതസ്തസ്മിന്നന്ത്രേ മിൻ അന്ത്രേശ്ച ബഹിരാവൃത ആസ്തേ കൃത്വാ ശിരകുക്ഷോ ഭുഗ്നപ്യഷ്ടശിരോധരാം. ജരായുവാൽ മൂടപ്പെട്ടും, അതൊരു പശ എന്ന് പറയണ്ടായല്ലോ, കുടലുകളാൽ പുറമേ ചുറ്റപ്പെട്ടും, അതായത് അമ്മയുടെ വയറ്റിലുള്ള കുടലുകളും ഈ കുട്ടീനെ ചുറ്റുന്നുണ്ടേ, വളച്ചിരിക്കുന്ന പൃഷ്ഠത്തോടും കഴുത്തോടും കൂടിയവനായിട്ട്. അതായത് ഈ കുട്ടി ഏറെക്കുറെ ഒരു പറങ്കിയണ്ടി കാഷ്യൂനട്ട് ആ മാങ്ങയിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആകൃതിയിൽ തലയും കാലും, അതായത് പൃഷ്ഠും വളച്ചിട്ട് ഇങ്ങനെ റാന്ന് എഴുതിയ കൂട്ടത്തിലാണ് കയ്യും കാലും പിടിച്ചിട്ട് കിടക്കുക. അപ്പോൾ പ്രസവ സമയത്ത് തല കീഴായി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് താഴത്തേക്ക് ചാടണ കൂട്ടത്തിൽ അമ്മയുടെ ഗർഭാശയ ദ്വാരത്തിൽ നിന്ന് തല പുറത്തേക്കായിട്ട് വരണം. കാലാണ് വന്നത് വിചാരിക്കുക. വളരെ ഭയാനകമാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയണില്ല. ആണുങ്ങൾ കല്യാണം കഴിഞ്ഞു, ഭാര്യയ്ക്ക് എന്താണ് പറയുക, മാസം തെറ്റി കാശൊക്കെ അയച്ചു കൊടുക്കുക എന്നല്ലാണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ സാധാരണക്കാരൻ അറിയണില്ല, പഠിക്കാത്തത് കാരണം. പഠിച്ചാലറിയും. അപ്പോൾ അവൻ്റെ ഒരു പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. എൻ്റെ കൊച്ചിന് അസ്കതകളില്ലാണ്ട് കിട്ടണേ, അത് വലിയ ഉപകാരം ചെയ്യും. അപ്പോൾ ആർക്കും ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഈശ്വരനാണ് ഇതൊക്കെ നയിക്കുന്നത് എന്നുള്ള വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ പറഞ്ഞു, ആ കുക്ഷിയിൽ ശിരസിനെ വെച്ചിട്ട് ഇരിക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ജരായു ശരീരത്തെ മുഴുവനും മൂടിയിരിക്കും ഈ കുട്ടീനെ മാതൃഗർഭത്തിൽ. അതിൻ്റെ പുറമേ മാതാവിൻ്റെ വയറ്റിലുള്ള കുടലുകൾ മീതെ വരിഞ്ഞു കെട്ടിയ മാതിരിയിൽ ചുറ്റിപ്പിടിച്ചും ഇരിക്കയാൽ പൃഷ്ഠഭാഗവും കഴുത്തും വളച്ചും തല താഴ്ത്തിയും കൊണ്ട് കുക്ഷിയിൽ ഇരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എക്സ്റേയും സ്കാനിങ്ങും ഒന്നും ഇല്ലാത്ത കാലത്ത് ഭാരതീയ ഋഷിവര്യന്മാർ ഇത്രയും ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു അപ്രീഷിയേഷൻ നമ്മൾ കൊടുക്കണ്ടേ? ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ വൈദ്യം അല്ലെങ്കിൽ അലോപ്പതി ആണെങ്കിലും അവർ സമ്മതിക്കുന്നുണ്ടല്ലോ, ഇതിൽ പറഞ്ഞ മാതിരി തന്നെയാണ് നടക്കണതെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങളായ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല? എത്ര നന്മ ചെയ്യാൻ പറ്റും നമ്മൾക്ക്? 9 പറഞ്ഞിട്ട് നിർത്താം. അകൽപസ്വാംഗചേഷ്ടായാം ശകുന്ത ഇവ പഞ്ചരേ തത്ര ലബ്ധസ്മൃതിർദൈവാത് കർമ്മജന്മശതോദ്ഭവം സ്മരൻ ദീർഘമനുച്ഛ്വാസം ശർമ്മ കിം നാമവിന്ദതേ. ഒരു 3 വരി ശ്ലോക. കൂട്ടിൽ പക്ഷി എന്ന പോലെ സ്വശരീരത്തെ ചലിപ്പിക്കുന്നതിൽ അസമർത്ഥനും ഈ ജീവി കുട്ടി അനേക ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മത്തെ ഈശ്വരേച്ഛയാൽ ലഭിച്ചിരിക്കുന്ന സ്മൃതിയോടുകൂടിയവനും. അപ്പോൾ ഈ കുട്ടിക്ക് എന്തുണ്ട്? ഞാൻ ആരായിരുന്നു എന്നുള്ള ധാരണയുണ്ട്. പക്ഷെ പ്രസവിച്ച് വരുമ്പോൾ ആ കുട്ടി മറക്കും. കാരണം എന്താ? ഗ്രസ്തനാവുകയാണ്. വയറ്റിൻ്റെ ഉള്ളിൽ ഭഗവാനെ രക്ഷിക്കുന്നത്. പരീക്ഷിത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പരിരക്ഷിച്ച് വന്നിട്ടുള്ളവരാ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ പറഞ്ഞു ലഭിച്ചിരിക്കുന്ന സ്മൃതിയോടുകൂടിയവനും ശ്വാസം വിടാതെ കണ്ട്. അപ്പോൾ ശ്വാസം വിടാൻ പറ്റില്ല. ശ്വാസം വിടൽ എപ്പോഴാണ്? പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിടാതെ കണ്ട് വിചാരിക്കുന്നവരുമായിട്ട്. അപ്പം വിചാരമുണ്ട്, പക്ഷെ പ്രസവിച്ച് വന്ന മായ ഗ്രഹിച്ചാലോ പിന്നെ വികാരമേ ഉള്ളൂ, വിചാരമില്ല. വിചാരമാണ് എപ്പോഴും ആവശ്യം. അപ്പോൾ ശ്വാസം വിടാതെ വിചാരിച്ചിരിക്കുന്നവനുമായിട്ട് എന്തൊരു സുഖത്തെ പ്രാപിക്കുന്നു. കിം നാമശർമ്മ എന്നാണ്. അപ്പോൾ ഒരു സുഖമില്ലാത്ത അന്തരീക്ഷത്തിലാണെന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. പക്ഷി കൂട്ടിലിരിക്കും പോലെ കുടുങ്ങിയ ഗർഭപാത്രത്തിലിരിക്കുന്ന ഇവന് സ്വശരീരത്തെ ചലിപ്പിക്കുവാൻ പോലും സാധിക്കുകയില്ല. ആ അവസരത്തിൽ കഴിഞ്ഞ ബഹുജന്മങ്ങളിൽ ചെയ്ത നാനാമാതിരി കർമ്മങ്ങളുടെ ഓർമ്മ ഉള്ളിലുദിക്കും. കുറ്റത്തിന് ശിക്ഷയാണിതെന്ന് ജീവനെ ബോധിപ്പിക്കുവാനുള്ള ഈശ്വര കാരുണ്യമാണ് ഈ ഓർമ്മ ഉണ്ടാവാൻ കാരണം. ഇനി പുറത്ത് പോയിട്ട് ശുഷ്കാന്തിയോടുകൂടി നന്മ ചെയ്ത് എൻ്റെ സ്ഥാനമായ വിഷ്ണുപദം പോകാൻ നീ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞിട്ടും ഞാൻ നരകത്തിലേക്കേ പോവുള്ളൂ, ഞാൻ പുണ്യം ചെയ്യില്ല എന്ന് ശാഠ്യം പിടിച്ചാൽ എന്താ ചെയ്യുക? അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ശ്വാസോച്ഛ്വാസം ചെയ്യാതെ ഈ സ്ഥാനത്തിൽ സ്വകർമ്മദോഷങ്ങളെ ഓരോന്നായി ഓർത്തും കൊണ്ടിരിക്കുന്ന ഈ ജീവന് എന്ത് സുഖമാണുള്ളത്? അതുകൊണ്ട് ഗർഭവാസം കഷ്ടാൽ കഷ്ടതരം തന്നെ. ഇതറിഞ്ഞവൻ പിന്നെ കുട്ടികൾ വേണ്ട വയ്ക്കും. മനസ്സിലായില്ലേ? അതാണ് വൈരാഗ്യം എന്ന് പറഞ്ഞത്. ഇത്രയും ഗഹനമായിട്ടുള്ളൊരു സബ്ജക്റ്റ് നമ്മളെ വഴികാട്ടി ആയി തീരാൻ പ്രാപ്തിയുള്ളതിനെ നമ്മൾ നിരസിച്ചിട്ടുള്ളെങ്കിൽ അതിനൊരു കുറ്റവിചാരണയുണ്ട്. ഐ ആം സോറി, അതാണ് സത്യം. എന്തായാലും ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.